മിനിസ്ട്രീസ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ മരണവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെയർ ചെയ്തത്. 116 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യത്തിൽ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവുന്നുവെന്നും എന്നാൽ നീതികെട്ടവൻ്റെ മരണം അവർ ഘോര രാജാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു യോബ് 18:14 കാര്യങ്ങളെ നമ്മൾ സംസാരിച്ചു. അതുകൊണ്ട് ജീവപര്യന്തം മരണഭീതിയുടെ അടിമയിലായിരുന്ന ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവം വിടുവിച്ച് കർത്താവിൻ്റെ വെളിച്ചത്തിങ്കിലേക്കാക്കി. ഇരുട്ടിൻ്റെ മക്കൾക്ക് എന്നും മരണത്തെ ഭയമാണ്, എന്നാൽ വെളിച്ചത്തിൻ്റെ മക്കൾക്ക് സംബന്ധിച്ചിടത്തോളം മരണം ഒരു നിദ്രയെ പോലെയാണ് എന്നുള്ളതും, ഒരു അപ്പൻ തൻ്റെ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് നടക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കും. ഈ ലോകത്തിൽ മാത്രമല്ല, നിദ്രയ്ക്ക് ശേഷവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കും എന്നുള്ളതും, ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം തന്നത് എന്നുമൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം നമ്മൾ നേരത്തെ ചിന്തിച്ചാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മരണത്തിനെ കൂട്ടുന്നു. മരണത്തും ആയാലും നമുക്ക് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത്, നമ്മളെല്ലാം പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ള ഒരു കൺഫർമേഷനും അതിനോടൊപ്പം നമ്മൾ ചിന്തിച്ചല്ലോ. എന്നാൽ ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോകമനുഷ്യൻ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എബ്രായർ 9 27 28 വാക്യങ്ങളിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. കർത്താവ് വീണ്ടും പ്രത്യക്ഷനായി, പാപമില്ലാതെ പ്രത്യക്ഷനായി, അവനെ കാത്തിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കുവാനായി വരുമ്പോഴേ പിന്നീട് ബാക്കിയുള്ള മനുഷ്യർക്ക് ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. ഇപ്പോൾ കർത്താവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, എന്നാൽ കർത്താവ് നീതിമാനായിട്ടുള്ളൊരു ദൈവമാണ്. അവൻ നീതിയോടുകൂടി ന്യായം വിധിക്കും. 2 കൊരിന്ത്യർ 5 10 വാക്യത്തിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജഡമായിട്ടുള്ള, നമ്മുടെ മരിച്ചു പോകുന്ന മർത്യമായിട്ടുള്ള ഈ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് തക്കവണ്ണം നമ്മളെ പ്രതിഫലം പ്രാപിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് നമ്മൾ നിൽക്കണം. എപ്പോഴാണ് ഈ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, എപ്പോഴാണ് ഇത് വരുന്നത്? പാപികളുടെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. പാപികളുടെ ന്യായവിധി പറയുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം 20:11 തൊട്ടുള്ള വാക്യങ്ങളിലാണ്. ഞാൻ വലിയൊരു സിംഹാസനം അതിലിരിക്കുന്ന ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകവും മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. പാപികളുടെ ന്യായവിധി വെള്ളസിംഹാസനത്തിൽ പാതാളത്തിൽ നിന്ന് തൻ്റെ ആത്മാക്കളെയെല്ലാം വിട്ടുകൊടുക്കുകയും അവരെല്ലാം തിരിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ അരികിലേക്ക് വരും. സന്നിധിയിലേക്ക് വന്ന് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ആത്മാക്കൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ദൈവത്തെ അറിയാതെയുള്ള ആത്മാക്കളെ യാതന സ്ഥലത്തേക്ക് ചെല്ലും. ലൂക്കോസിൻ്റെ സുവിശേഷം 16 19-31 വാക്യങ്ങളിലെ യേശു തന്നെ പറഞ്ഞിട്ടുള്ള അതൊരു ഉപമയല്ല, ഒരു സംഭവമാണ്. അത് യാതനാ സ്ഥലത്ത് ഇരിക്കുന്ന ആരായിരുന്നു അവിടെ കണ്ടത്? ധനികനായ മനുഷ്യൻ. അവന് വേണ്ടതായിട്ടുള്ള എല്ലാ ചടങ്ങുകളും എല്ലാം നടത്തി. എന്നാൽ അവൻ യാതനാ സ്ഥലത്തേക്ക് ചെന്നതായിട്ട് കാണുന്നു. ഈ യാതനാ സ്ഥലത്ത് നിന്ന് ആത്മാക്കൾ പുനരുത്ഥാനം ചെയ്ത് തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധി ഏറ്റ് അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അതാണ് ദൈവത്തെ അറിയാതെ ഇരിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു ന്യായവിധി. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് പ്രതിഫലം വാങ്ങും, അല്ലെങ്കിൽ പിശാചിൻ്റെ സന്തതിയായി പിശാചിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് പിശാചിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് ദൈവത്തെ അറിയാത്തവർ നിത്യ നരകത്തിലേക്ക് പോകും എന്നുള്ളതാണ്. കാരണം ഇതിനുള്ള തീരുമാനങ്ങളെല്ലാം ദൈവത്തിൻ്റെ യേശുവിൻ്റെ അധികാരത്തിലുള്ളതാണ്. 3 ലോകമുണ്ട് നമുക്കറിയാം. ഫിലിപ്പിയർ 2:10 സ്വർലോകവും
ഭൂലോകവും അധോലോകവും സകലതും അവൻ്റെ മുഴങ്കാലം അവൻ്റെ മുമ്പിൽ മടങ്ങും എന്ന് പറയുന്ന രീതിയിൽ 3 ലോകമുണ്ട് എന്ന് നമുക്ക് ബൈബിളിൽ പറയുന്നുണ്ട്. സ്വർലോകം ഉള്ളതുപോലെ തന്നെ അധോലോകവും ഉണ്ട്, പാതാളമുണ്ട്. സ്വർഗം 3 ഉള്ളതുപോലെ പാതാളവും 3 തട്ടുകളുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. സ്വർഗത്തിന് 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയും. നമ്മളത് സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് കൂടുതലായിട്ട് ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് തീർച്ചയായും ദൈവത്തെ അറിയാത്തവർക്ക് വലിയൊരു ന്യായവിധി ഉണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ആയിത്തീരാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിൻ്റെ മക്കളായി തീരണം. ഈ ന്യായവിധിയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ്. മരിച്ചാൽ നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് എവിടെ പോകും എന്നൊക്കെയുള്ള ചോദ്യം എപ്പോഴും ആളുകളുടെ ഇടയിൽ വലിയൊരു സംശയമാണ്. എവിടെയാണ് മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത്? ചില ആളുകൾ വേറെ പല വിശ്വാസങ്ങളുണ്ട്. പല ഈവൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ പോലും ശുദ്ധീകരണ സ്ഥലത്ത് പോകുന്നു, 40 ദിവസം ആത്മാവ് ഇവിടെ കിടന്ന് അലയുന്നു എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള ചിന്തകളും ഒക്കെ ഉണ്ട്. ബൈബിൾ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഫിലിപ്പിയർ 1:23 വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ തന്നെയാണ് എന്ന് ഉള്ള ഉറപ്പാണ്. ഇനിയും 2-3 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ ആകയാൽ ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന് പരദേശികളാണ്. നമ്മൾ ഈ ബോഡിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിനോട് അകന്ന് പരദേശികളാണ്. എന്നാൽ 8-ാം വാക്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കർത്താവിനോട് കൂടെ ശരീരം വിട്ടു കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ. അന്നേരം നമ്മൾ ഉറപ്പായിട്ട് ബൈബിളിലെ പുതിയ നിയമത്തിലെ വാക്യങ്ങൾ നമുക്ക് മുമ്പിൽ എഴുതി ഇവിടെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ശുദ്ധീകരണ സ്ഥലത്തും വേറെ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞും ഒന്നും നടക്കുകയല്ല. മരിച്ചു കഴിഞ്ഞാൽ കർത്താവിൽ നമ്മൾ എത്തിച്ചേരും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു. അവിടെ നമ്മൾ ഈ ലോകത്തിൽ കർത്താവിനോട് സംബന്ധിച്ച് നമ്മൾ പരദേശികളാണ്. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ കർത്താവിനോട് ചേരുന്നു എന്നുള്ളതാണ്. ആ വലിയ ഒരു ഇത് നോക്കിയാൽ അറിയാം. സഭയിലെ ഒരു സ്ട്രക്ചർ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാമല്ലോ. ഓരോ യേശു എന്ന തലയായിട്ട് ബാക്കിയുള്ളവരെല്ലാം സഭയുടെ അംഗങ്ങളെല്ലാം ബ്രിക്സുകളാക്കി യേശുവുമായിട്ടുള്ള സഭയോടെ ഇഴുകി ചേർന്നിരിക്കുകയാണ്. അതാണ് ഈ ലോകത്തിൽ കാണുന്നത് ആത്മീയമായിട്ട്. അന്നേരം മരിച്ചു കഴിഞ്ഞാൽ ഇത് വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവൻ നേരെ നമ്മുടെ ജീവനകത്ത് നമ്മളെ ആത്മാവിനോടൊപ്പം തന്നെ മാറ്റാൻ പറ്റാത്ത ദേഹിയും ആത്മാവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും എന്ന് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാം. യേശുക്രിസ്തുവും പുനരുത്ഥാനത്തിന് ശേഷം മറിയയുമായിട്ട് കാണുമ്പോൾ പറയുന്നത്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ ഏൽപ്പിച്ച ശുശ്രൂഷ തീർത്തു എന്ന് പറയുവാനായിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ ഇതുവരെയും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു ഗ്ലോറിഫൈഡ് ബോഡിയായിരുന്നു, തേജസ്സുള്ളൊരു ശരീരം ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമുള്ളതാണ്, ഒരു തേജസ്സുള്ള ശരീരമുണ്ട്. എന്നാൽ വൈകുന്നേരം ശിഷ്യന്മാരെ കണ്ടപ്പം പറയുന്നു, എന്നെ തൊടാൻ പറയുന്നു, എന്നെ തൊട്ട് നോക്കാൻ പറയുന്നു. ആ വ്യത്യാസം മനസ്സിലായോ? നേരത്തെ ദാറ്റ് മീൻസ് യേശുവിൻ്റെ ശരീരം ആ രീതിയിലുള്ള ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു ബോഡി ആ രീതിയിലായിരുന്നു. നമുക്കും ഇതുപോലൊരു ഗ്ലോറിഫൈഡ് ബോഡി ദൈവം നമുക്ക് തരും. എപ്പോഴാണ്? നമ്മുടെ പുനരുത്ഥാന സമയത്ത്, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച വൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്, കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ. ആ സമയത്ത് നമുക്ക് അതുപോലൊരു മഹത്വമുള്ളൊരു ശരീരമായിരിക്കും ദൈവം നമുക്ക് തരുന്നത്, ഗ്ലോറിഫൈഡ് ബോഡി. കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും അതിനുള്ള ശേഷമുള്ള കോൺസിക്വൻസിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിക്കുന്നവർക്ക് വലിയൊരു ശിക്ഷാവിധിയുണ്ട്, അവർക്ക് ന്യായവിധിയുണ്ട്. അവരെ ദൈവം നിത്യമായിട്ടുള്ള നരകത്തിലേക്കിടും എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഇന്ന് ഈ രാത്രികാലം ചിന്തിക്കണം എന്ന് വിചാരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ വാക്യങ്ങൾ ഒക്കെ തന്നെയാണ്, എന്നാലും അത് നമ്മൾ ക്രോഡീകരിച്ച് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏകദേശം ബൈബിള് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞ 9 ഹെഡിൽ അതിനെ കൊണ്ടുവരാം.
മരണം ശരിക്കും അവർക്ക് ലാഭകരമാണ്. ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 1:21 മരണം അവർക്ക് ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കർത്താവിനോട് ചേരുവാനായിട്ട്, കർത്താവിനോട് എത്തുവാനായിട്ടുള്ളൊരു വഴിയാണ് മരണം. ഈ ലോകത്തിലെ ജഡീയമായിട്ടുള്ള മരണം നടക്കുമ്പോഴേ ആത്മാവും ദേഹിയും കർത്താവിൽ എത്തിച്ചേരും എന്നുള്ളത് ഒരു കാര്യം. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ സൗഭാഗ്യം മരണം അവർക്ക് ലാഭകരമാണ്. മരണം വിശ്രമമാണ്. നേരത്തെ പറഞ്ഞതെല്ലാം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ഡാനിയൽ 12:13, വെളിപ്പാട് 14:13, ഇതിലെല്ലാം മരണം അവർക്കൊരു വിശ്രമമാണ്. വിശ്രമദേശം, വിശ്രമസ്ഥലം ആണ് മരണം എന്നുള്ളത്. അതുപോലെ മൂന്നാമത്, മരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറക്കമാണ്, നിദ്രയാണ്. യോഹന്നാൻ 11:11 ആ വാക്യം ഒന്ന് വായിക്കാം. അതിൽ ലാസറെക്കുറിച്ച് പറയുന്നത്, ഇത് കണ്ടിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞു. ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ മരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിദ്രയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ക്രോഡീകരിച്ചു. മരണം ദൈവദൃഷ്ടിയിൽ വിലയേറിയതാണ്. സങ്കീർത്തനം 116:15 വാക്യമാണ്. ദൈവത്തിൻ്റെ വൃതന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ് എന്നുള്ളത്. വെളിപ്പാട് പുസ്തകം 14:13 പറയുന്നു, അടുത്ത 5ാമത്തെ പോയിന്റ്, കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്നവർ, അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായിട്ടുള്ള പർദീസയാണ്. അതുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ മരണത്തിന് ശേഷമാണ്, 6ാമത്തെ കാര്യം, മരിച്ചതിന് ശേഷമാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമുക്ക് വലിയ പ്രതിഫലമുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്നവർക്കും ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നവർക്കും ഒക്കെ ഉള്ള പ്രതിഫലമുണ്ട്. 5 കിരീടങ്ങളെക്കുറിച്ച് അത് നമ്മൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പറയും 5 കിരീടങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 14:13 പ്രയത്നങ്ങൾക്കുള്ളൊരു പ്രതിഫലമാണ് കർത്താവിൽ ക്രിസ്തുവിൽ മരിക്കുന്നത്. അതുപോലെ ഫിലിപ്പിയർ 1:23 അത് അത്യുത്തമവും ആഗ്രഹിക്കത്തക്കതും ആണ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? ക്രിസ്തുവിൽ മരിക്കുന്നവർ അത് അത്യുത്തമവും ആഗ്രഹിക്കുന്നതും ആകുന്നു എന്ന് പറയുന്നു. മരണത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ച സമയത്ത് അനാലൂസ് എന്നൊരു വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മരണത്തെക്കുറിച്ച് പറയുന്നത് അനാലൂസ് എന്ന് പറഞ്ഞാൽ കൂടാരം മാറ്റി അടിക്കുന്ന ഒരു അനുഭവം. അതാണ് മരണം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭൗമികമായിട്ടുള്ള ഈ കൂടാരം നമ്മൾ മാറ്റി സ്വർഗീയമായിട്ടുള്ളൊരു കൂടാരം ആവുന്നു എന്നുള്ളത്. 9ാമത്തെ പോയിന്റ് പറയാനായിട്ടുള്ളത്, നമുക്ക് ഈ മരണം എന്ന് ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അദ്രവത്വത്തിലേക്ക്, നമ്മുടെ മോർട്ടാലിറ്റിയിൽ നിന്ന് നമ്മളെ ഇമ്മോർട്ടാലിറ്റിയിലേക്ക് നടത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ദ്രവത്വമായിട്ടുള്ളത്, നശ്വരമായിട്ടുള്ളത് ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ അനശ്വരമായിട്ടുള്ളതിലേക്ക് നമ്മളെ നയിക്കുന്നു. 1 കൊരിന്ത്യർ 15:50 വാക്യം, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയില്ല എന്ന് പറയുന്നു. അന്നേരം ദ്രവത്വമായിട്ടുള്ളത് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ എൻട്രോപ്പി തിയറി അനുസരിച്ച് ഡിമിനിഷ് ചെയ്ത് പോകുന്ന സാധനങ്ങൾ സ്വർഗത്തിൽ പറ്റത്തില്ല. അവിടെയുള്ളതെല്ലാം ഇമ്മോർട്ടാൽ ആയിട്ടുള്ളത്, ഒരിക്കലും നശ്വരമാകാതെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അദ്രവത്വത്തെ ധരിക്കുന്നു എന്ന് പറഞ്ഞത്. അതായത് ഈ 9 കാര്യങ്ങൾ ഒരു ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ സൗഭാഗ്യങ്ങളാണ് ശരിക്കും. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ സൗഭാഗ്യങ്ങളുടെ ഇതെല്ലാം നമ്മൾ റീച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതെല്ലാം പ്രാപ്യമാക്കുവാനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ക്രിസ്തുവിൽ ജനിക്കുക, ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ഇത്രയും സൗഭാഗ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചു. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ക്രിസ്തുവില്ലാതെ മരിച്ചവരുടെ അവസ്ഥകൾ എന്താണെന്ന് ചിന്തിക്കും. അതുപോലെ മരണത്തിൻ്റെ വിവിധമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കും. മരണം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ആത്മാവും
ദേഹിയും ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു തിങ്കിങ് ആണ്. ഈ ലോകത്തിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് കരയുന്നു, എല്ലാവരും ചിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് ഒരാൾ വേർപെട്ട് പോകുമ്പോൾ അയാൾ ചിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരും കരയുന്നു. കാരണം ഈ ലോകത്തിലുള്ളവരെ സ്നേഹിക്കപ്പെടുന്നവരെല്ലാം കരയുകയാണ്, അറിയോ അയാൾ വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതും ആ കുഞ്ഞ് വളർന്ന് അവസാനം അത് മരിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം എന്നും ഈ തരുണത്തിൽ ഓർക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരുപാട് ഈ നാളുകളിലെ പൈശാചികമായിട്ടുള്ള പിടിയിലകപ്പെട്ട ഒരുപാട് ഭവനങ്ങൾ ഇന്ന് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കാരണം ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് ഒരിക്കലും സമ്മതിക്കാതെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. ഒന്ന് ഫൈനാൻഷ്യൽ ലോസ്, രണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങൾ, രണ്ട് തലമുറകൾക്ക് ഉള്ള അഭിവൃദ്ധി ഇല്ലാതെ ഇരിക്കുക, അതുപോലെ ഒരുപാട് ശാപങ്ങൾ, രോഗങ്ങൾ ഭവനങ്ങളിലേക്ക് വന്നു ചേരുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതല്ല വിപരീതമായി വരുന്ന കാര്യങ്ങൾ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ സക്സസ്ഫുള്ളായി ജീവിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങൾ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം വലിയ റിലീസ് നിങ്ങളുടെ ഭവനത്തിൽ വരുത്തും. ചില ബൈൻഡിങ്ങുകൾ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകും. ഇന്ന് നമ്മളത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കർത്താവെ ശുദ്ധിയുള്ളതാകുന്നു, അത് ഞങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്നതാകുന്നു, അത് ഞങ്ങളെ ബലപ്പെടുത്തുന്നതാകുന്നു. ഞങ്ങളുടെ മരണം കർത്താവിന് വിലയേറിയതാകുന്നു എന്നറിയുന്നു. ഞങ്ങൾ മരിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ സ്ഥലം ഇവിടെ നിന്ന് മാറ്റി, കൂടാരം ഒന്ന് മാറ്റിയടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഞങ്ങൾ നിന്നോട് കാണും എന്നുള്ള ആ വലിയ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങൾ തന്നിരിക്കുന്ന സ്തോത്രം. എന്നാൽ കർത്താവെ, ഈ ഉറപ്പും ധൈര്യവും ഇല്ലാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ, ഇത് ശ്രദ്ധിക്കുന്നവർ ചിലരുണ്ടല്ലോ, അവരെ ഞങ്ങളെ ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് വിനയപ്പെട്ടുകൊണ്ട്, ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഈ ദിവസങ്ങൾ അവരെ ഇടവരുത്തണമേ, സഹായിക്കണമേ. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ, ആ നിത്യനരകത്തിൽ പോകാൻ നിത്യസ്വർഗത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുവാനായിട്ട്, അവരുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുവാനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോഴേ പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, ചില ഭവനങ്ങളിലെ വലിയ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. കർത്താവ്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധി ഇല്ലാത്ത പ്രയാസങ്ങൾ, അതുപോലെ രോഗങ്ങളാലുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേർപാടിൻ്റെ ദുഃഖങ്ങൾ, എന്ത് ചെയ്താലും കർത്താവ് അവിടെ എല്ലാം ഫെയിലിയർ വരുന്ന സാഹചര്യങ്ങൾ, കർത്താവ് ഇതെല്ലാം ഞങ്ങളെ കാണുന്നു, ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവ് മൂവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അവരുടെ ദിവസങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സമർത്ഥിത കൊടുക്കുന്ന ദൈവമാണ് ഞങ്ങൾ. കർത്താവെ, ഞരങ്ങിക്കൊണ്ട് ജീവിക്കാനായിട്ടല്ല, ദൈവസന്നിധിയിൽ കർത്താവെ അനുഗ്രഹത്തോടെ, കർത്താവെ അനുഗ്രഹങ്ങളെ വാഗൊണ്ട് പറവാനായിട്ട്. ഇതെല്ലാം മാറിപ്പോവും, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതെല്ലാം മാറിപ്പോവും. ദൈവത്തിന് ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യങ്ങളല്ല എന്ന് പറവാനായിട്ട് കർത്താവെ, നീ അവരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവ് മൂവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിലെ ബൈൻഡിങ്ങുകൾ ഇന്ന് പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ചില ചരടുകൾ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ മേലെ വ്യവഹരിക്കുന്ന പൈശാചിക ശക്തികളെ ഞങ്ങളെ ബന്ധിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ വിടുതലുകൾ നീ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. മാനസികമായിട്ടുള്ള പരിഭവത്തിൽ നിന്ന്, മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അവരെയൊക്കെ വിടുവിക്കണമേ. ചില അഡിക്ഷൻസൊക്കെ ഉള്ളതിൽ നിന്നൊക്കെ കർത്താവെ അവരെ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടെ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചവർക്ക് ഇന്ന് നീ പഠിച്ച വിടുതലിനായിട്ട് സ്തോത്രം. അത് വിശ്വാസത്തോടെ പ്രാപിപ്പാനായിട്ടും നിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്ന് ശക്തിയോടുകൂടി പ്രാർത്ഥനയിൽ കൂടി ഉപവാസത്തിൽ കൂടി ഈ ദിവസങ്ങൾ ജയമെടുക്കുവാനായിട്ടും അവരെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തുടർന്നും ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 to 10 മണി വരെ ഉണ്ട്. ഇത് കേൾക്കണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ഇത് ആദ്യമായിട്ട് കാണുന്നവർ അതിനകത്ത് ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് അനുഗ്രഹമായി തീരും. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.